നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. കഴിഞ്ഞ വർഷത്തെ തൃശൂർ പുലിക്കളി മഹോത്സവത്തിന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പുലിക്കളി സംഘങ്ങൾക്ക് പ്രഖ്യാപിച്ച 3 ലക്ഷം ധനസഹായം ലഭിക്കാത്തതിനെതിരെ തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. സർക്കാർ ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും സമർപ്പിച്ചിട്ടും യാതൊരു നടപടിയും ലഭിക്കാത്ത സാഹചര്യത്തിൽ സുരേഷ് ഗോപി അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധത്തിനെത്തിയത് പുലിമുഖങ്ങളുമായി. UDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ ആരോപിച്ച് തൃശൂർ കളക്ടറേറ്റിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ സമ്മേളനം ജൂൺ 25 മുതൽ 27 വരെ ആലത്തൂരിൽ. അരാഷ്ട്രീയവാദം ശക്തിപ്പെടുന്ന കാലത്ത് ചെറുപ്പത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഡിവൈഎഫ്ഐ നടപ്പിലാക്കുമെന്ന് നേതാക്കൾ. ഒറ്റപ്പാലം നഗരത്തിൽ അശാസ്ത്രീയമായും റോഡിന്റെ വീതി വെട്ടിക്കുറച്ചും ബാരിക്കേഡുകൾ സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധ സമരവുമായി BJP രംഗത്ത്. ഫെൻസിംഗ് സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ റോഡിന്റെ വീതി കുറച്ചാണ് നടക്കുന്നതെന്നും ആരോപണം. വേങ്ങേരി ക്ഷേത്ര പരിസരത്തെ 2 അടിയോളം റോഡ് കയ്യേറിയാണ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും BJP നേതാക്കൾ. ഷൊർണൂർ നഗരസഭയ്ക്ക് അനുവദിച്ച ഫണ്ട് വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കണമെന്ന് നഗരസഭാ അധികൃതർ. സംസ്ഥാന സർക്കാരിന്റെ ഇപ്പോഴത്തെ ബജറ്റിൽ 70% ഫണ്ട് വെട്ടിക്കുറച്ചതുമൂലം വികസന പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നും അധികൃതർ. സ്വകാര്യ മൂലധന ശക്തികളുടെ കടന്നുവരവ് ലൈഫ് ഇൻഷുറൻസ് മേഖലയെ തകർക്കുമെന്ന് ഓൾ ഇന്ത്യ LIC ഏജന്റ്സ് ഫെഡറേഷൻ അഖിലേന്ത്യാ ഓർഗനൈസേഷൻ സെക്രട്ടറി A. മുരളീധരൻ. ലക്ഷക്കണക്കിന് ഏജന്റുമാരുടെ അധ്വാനമാണ് LICയുടെ വളർച്ചയെന്നും A. മുരളീധരൻ. പാലക്കാട്ട് LIC ഏജന്റ്സ് ഫെഡറേഷൻ വാർഷിക സമ്മേളനം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. കഴിഞ്ഞ വർഷത്തെ തൃശൂർ പുലിക്കളി മഹോത്സവത്തിന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പുലിക്കളി സംഘങ്ങൾക്ക് പ്രഖ്യാപിച്ച 3 ലക്ഷം ധനസഹായം ലഭിക്കാത്തതിൽ തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ കൗൺസിലർമാരുടെ പ്രതിഷേധം. പുലിമുഖങ്ങളുമായാണ് പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധമുയർത്തിയത്. പുലിക്കളി സംഘങ്ങൾക്ക് പ്രഖ്യാപിച്ച ധനസഹായം ലഭിക്കാൻ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി തയ്യാറാകണമെന്ന് പ്രതിപക്ഷ നേതാവ് TR ഹിരണൻ ആവശ്യപ്പെട്ടു. സർക്കാർ ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും സമർപ്പിച്ചതിനു ശേഷം മാസങ്ങളായിട്ടും യാതൊരു മറുപടിയും ലഭിക്കാത്ത സാഹചര്യത്തിൽ വിഷയത്തിൽ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി അടിയന്തരമായി ഇടപെടണമെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. UDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ ആരോപിച്ച് ഡിവൈഎഫ്ഐ തൃശൂർ കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സമരം സംസ്ഥാന കമ്മിറ്റി അംഗം ഷീലാൽ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ സമ്മേളനം ഈ മാസം 25, 26, 27 തീയതികളിലായി ആലത്തൂരിൽ വെച്ച് നടക്കും. അരാഷ്ട്രീയവാദം ശക്തിപ്പെടുന്ന കാലത്ത് ചെറുപ്പത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഡിവൈഎഫ്ഐ നടപ്പിലാക്കുമെന്ന് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി KC റിയാസുദ്ദീൻ പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ നവലിബറൽ നയങ്ങൾ ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുകയാണ്. മതരാഷ്ട്രം കെട്ടിപ്പടുക്കാനായി മതവിദ്വേഷം വളർത്തുന്ന സമീപനത്തിനെതിരായും വിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കാനുള്ള നീക്കത്തിനും എതിരായി ഡിവൈഎഫ്ഐ ശക്തമായ പ്രക്ഷോഭ പരിപാടികളാണ് സംഘടിപ്പിച്ചത്. വിട്ടുവീഴ്ചയില്ലാത്ത രാഷ്ട്രീയം നിലപാട് ഉയർത്തിപ്പിടിച്ച് പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകുമ്പോൾ തന്നെ സേവന രംഗത്തും ഡിവൈഎഫ്ഐ സജീവമായിരുന്നു. 6 വർഷത്തോളമായി ജില്ലാ ആശുപത്രിയിൽ ഉച്ചഭക്ഷണം നൽകുന്ന ഹൃദയപൂർവ്വം പദ്ധതി മെഡിക്കൽ കോളേജ് ചിറ്റൂർ, ഒറ്റപ്പാലം, ചെർപ്പളശ്ശേരി, കോങ്ങാട് തുടങ്ങി വിവിധ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിച്ചു. പ്രകൃതി ദുരന്തം ഉൾപ്പെടെ മനുഷ്യസഹായം ആവശ്യമായി വരുന്ന ഘട്ടങ്ങളിൽ മനുഷ്യസഹായം എത്തിക്കാനായി രൂപീകരിച്ച യൂത്ത് ബ്രിഗേഡറും സജീവമാണ്. ജില്ലയിൽ നിരവധി രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിച്ചതിലൂടെ ആശുപത്രികളിലെ രക്തക്ഷാമം ഒരു പരിധിവരെ പരിഹരിക്കാൻ ഡിവൈഎഫ്ഐക്ക് കഴിഞ്ഞു. 260ഓളം പ്രതിനിധികൾ പങ്കെടുക്കുന്ന 26, 27 തീയതികളിലെ പ്രതിനിധി സമ്മേളനം ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് MLA ഉദ്ഘാടനം ചെയ്യും. സമ്മേളനത്തിന്റെ ഭാഗമായി ജില്ലയിലുടനീളം വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. രക്തസാക്ഷി കുടീരങ്ങളായ കിഴക്കഞ്ചേരി കുണ്ടുകാട് നിന്ന് ആരംഭിക്കുന്ന ദീപശിഖ ജാഥ, പൂക്കോട്ടുകാവിൽ നിന്ന് ആരംഭിക്കുന്ന പതാക ജാഥ, വാർക്കാട് നിന്ന് ആരംഭിക്കുന്ന കൊടിമര ജാഥ എന്നിവ 25-ന് വൈകുന്നേരം സമ്മേളന നഗരിയിൽ എത്തിച്ചേരും. തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം CPM സംസ്ഥാന കമ്മിറ്റി അംഗം P. രാജീവ് ഉദ്ഘാടനം ചെയ്യുമെന്നും റിയാസുദ്ദീൻ പറഞ്ഞു. പ്രത്യേകിച്ച് സമൂഹത്തിലെ ചെറുപ്പക്കാർക്കിടയിലെ രാഷ്ട്രീയത, ലഹരി, അതുപോലെ തന്നെ ലഹരിയോടുള്ള ആഭിമുഖ്യം, അങ്ങനെയുള്ള ധാരാളം വിഷയങ്ങളുണ്ട്. നേരിട്ട് ചെറുപ്പക്കാർ ആവേശത്തോടു കൂടി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നിരുന്ന ഒരു കാലത്തിനപ്പുറം ആഗോളീകരണാനന്തര കാലത്ത് ചെറുപ്പക്കാർക്കിടയിൽ വലിയ രീതിയിൽ അരാഷ്ട്രീയത കടന്നു വരുന്ന ഒരു കാലത്ത് രാഷ്ട്രീയതക്കെതിരായി നമ്മുടെ രാജ്യം തന്നെ നിലനിൽപ്പിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ മുന്നോട്ട് പോകുമ്പോൾ രാഷ്ട്രീയവൽക്കരിക്കുക, ചെറുപ്പത്തെ രാഷ്ട്രീയവൽക്കരിക്കുക എന്ന ഏറ്റവും വലിയ ദൗത്യം ഏറ്റെടുക്കാൻ നിയോഗിക്കപ്പെട്ട സംഘടന എന്ന നിലയ്ക്ക് മറ്റ് സംഘടനകളെല്ലാം ആ ലക്ഷ്യത്തിൽ നിന്ന്
കുറെ കൂടെ പുറകോട്ട് പോകുമ്പോൾ നമ്മുടെ രാജ്യത്തെ ചെറുപ്പത്തെ, യൗവനത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിന് ഉതകുന്ന വലിയ ചർച്ചകളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളുമെല്ലാം ആ സമ്മേളനത്തിന്റെ ഭാഗമായിട്ട് ഉയർന്നു വരും. ജില്ലാ പ്രസിഡന്റ് ആർ ജയദേവനും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലം നഗരത്തിനുള്ളിൽ അശാസ്ത്രീയമായും റോഡിൻ്റെ വീതി വെട്ടിക്കുറച്ചും ബാരിക്കേഡുകൾ സ്ഥാപിക്കുന്നതിനെതിരെ BJPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു. 2 കോടി രൂപ ചെലവിൽ നടക്കുന്ന നഗര നവീകരണത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിക്കുന്ന ഫെൻസിംഗ് സ്ഥാപിക്കൽ പ്രവൃത്തികൾ റോഡിൻ്റെ വീതി കുറച്ചാണ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും നേതാക്കൾ ആരോപിച്ചു. ഒറ്റപ്പാലം വേങ്ങേരി ക്ഷേത്ര പരിസരത്ത് 2 അടിയോളം റോഡ് കയ്യേറിയാണ് നിർമ്മാണം. ഇതുമൂലം ഈ ഭാഗത്ത് റോഡ് വീതി കുറയുന്ന സ്ഥിതിയുമുണ്ട്. നഗരത്തിൽ പലയിടങ്ങളിലും പല രീതിയിലാണ് ഫെൻസിംഗ് സ്ഥാപിച്ചു വരുന്നത്. പല കച്ചവട സ്ഥാപനങ്ങളിലേക്കും വഴി നിഷേധിക്കുന്ന സാഹചര്യവുമുണ്ട്. എന്നാൽ മറ്റു ചില കച്ചവട സ്ഥാപനങ്ങൾക്ക് വളരെ വലിയ സൗകര്യം ഏർപ്പെടുത്തിയാണ് ഫെൻസിംഗ് സ്ഥാപനം നടത്തിവരുന്നത്. കച്ചവടക്കാരോട് പുലർത്തുന്ന ഈ ഇരട്ട സമീപനം അനുവദിക്കില്ലെന്ന് BJP വ്യക്തമാക്കി. സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടും ഇതിനെതിരെ നടപടിയെടുക്കാൻ അധികൃതർ തയ്യാറാകുന്നില്ല. ഈ സാഹചര്യത്തിലാണ് BJP പ്രവൃത്തികൾ നടക്കുന്ന സ്ഥലത്ത് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. നഗരപാത വെട്ടിച്ചുരുക്കിയുള്ള പ്രവൃത്തികൾ അനുവദിക്കില്ലെന്നും ഗതാഗതക്കുരുക്കുകൊണ്ട് വീർപ്പുമുട്ടുന്ന നഗരപാതയിൽ കൂടുതൽ സങ്കീർണത സൃഷ്ടിക്കാനാണ് പ്രവൃത്തികൾ ഉപകരിക്കുകയുള്ളൂവെന്നും BJP ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാലൻ പറഞ്ഞു. BJPയുടെ എതിർപ്പിനെ തുടർന്ന് നിർമ്മാണ പ്രവൃത്തികൾ നിർത്തിവെച്ചു. PWDയും കരാറുകാരനും MLAയും നഗരസഭ ഭരണസമിതിയും ഒത്തുകളിച്ചാണ് നഗരപാതയെ വെട്ടിച്ചുരുക്കുന്നതെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വേണുഗോപാലൻ പറഞ്ഞു. PWDയുടെ ഈ റോഡിൽ അശാസ്ത്രീയമായി നടന്നുകൊണ്ടിരിക്കുന്ന ഈ നിർമ്മാണം ജനങ്ങളുടെ ജീവന് തന്നെ അപകടം ഉണ്ടാക്കുന്ന രീതിയിലാണ് നടക്കുന്നത്. പ്രത്യേകിച്ച് ഒറ്റപ്പാലം ടൗണ് ഏത് സമയത്തും കൺജസ്റ്റഡായ യാത്രയ്ക്ക് വളരെ ദുരിതമുള്ളൊരു സ്ഥലമാണ്. റോഡുകളുടെ വീതി പോരാ എന്നാണ് പറയുന്നത്. പലപ്പോഴും ഒറ്റപ്പാലം ടൗണിൽ റോഡ് വീതി കൂട്ടുന്നതിന് ചില ഉദ്യോഗസ്ഥന്മാരും അതേപോലെ തന്നെ ഭരണകക്ഷിയിലെ ഏത് ഭരണകക്ഷിയാണെങ്കിലും അവരും ഒക്കെ അതിന് എതിരാണ് നിൽക്കാറുള്ളത്. ഇപ്പൊ ആ റോഡിനെ പോലും ഇല്ലാതാക്കിക്കൊണ്ടാണ് ഇവിടെ ബാരിക്കേഡുകൾ നിർമ്മിക്കുന്നത്. ഇത് 2 തരത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന്, വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് റോഡിന് വീതി ഇല്ലാതാവുമ്പോൾ ഇവിടുത്തെ ഗതാഗതക്കുരുക്ക് വളരെ കൂടുക അല്ലാതെ കമ്മിയാവില്ല. രണ്ടാമത്, ഇത് അശാസ്ത്രീയമാണ്. BJP നഗരസഭ പാർലമെന്ററി പാർട്ടി ഡെപ്യൂട്ടി ചെയർമാൻ A സരൂപ് അധ്യക്ഷത വഹിച്ചു. BJP മധ്യമേഖലാ ജനറൽ സെക്രട്ടറി T ശങ്കരൻകുട്ടി, മണ്ഡലം ജനറൽ സെക്രട്ടറി KP കൃഷ്ണകുമാർ, T രതീഷ്, KP ജയന്തി, K അജീഷ്, വിനീത മണികണ്ഠൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ നഗരസഭയ്ക്ക് അനുവദിച്ച ഫണ്ട് വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കണമെന്ന് നഗരസഭ അധികൃതർ ആവശ്യപ്പെട്ടു. സംസ്ഥാന സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ബജറ്റിൽ 70% ഫണ്ട് വെട്ടിക്കുറച്ചതുമൂലം നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് അത് തിരിച്ചടിയാകും. അതിനാൽ വെട്ടിക്കുറച്ച ഫണ്ട് പുനഃസ്ഥാപിക്കണമെന്നും നഗരസഭ അധികൃതർ ആവശ്യപ്പെടുന്നു. ഷൊർണൂർ നഗരസഭയ്ക്ക് അനുവദിച്ച 5,78,17,000 രൂപയുടെ വികസന ഫണ്ട് ഇപ്പോൾ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റ് പ്രകാരം 1,72,36,000 രൂപയായി വെട്ടിക്കുറച്ചിരിക്കുകയാണ്. പട്ടികജാതി വികസനത്തിന് വേണ്ടി വിനിയോഗിക്കേണ്ട വിഹിതം മുമ്പ് 3,78,45,000 രൂപ ഉണ്ടായിരുന്നത് 3,21,68,000 രൂപയായി കുറച്ചിരിക്കുകയാണ്. ബജറ്റ് വ്യയത്തിന് ആനുപാതികമായാണ് ഷൊർണൂർ നഗരസഭ വാർഷിക പദ്ധതി തയ്യാറാക്കിയതും ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം നേടുകയും ചെയ്തത്. എന്നാൽ സർക്കാരിന്റെ പുതുക്കിയ ബജറ്റ് പ്രഖ്യാപനത്തിൽ 3,95,81,000 രൂപ വികസന ഫണ്ട് സാധാരണ വ്യയത്തിലും 5,67,07,000 രൂപ പ്രത്യേക ഘടക പദ്ധതിയിലും വെട്ടിക്കുറച്ചിരിക്കുകയാണ്. നഗരസഭയുടെ സമ്പൂർണ്ണ വികസന ലക്ഷ്യമിട്ട് പശ്ചാത്തല ഉൽപാദന വികസനക്ഷേമ മേഖലകളിൽ നടപ്പിലാക്കിയ വിവിധ പദ്ധതികൾ ഒഴിവാക്കേണ്ടുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. കേന്ദ്രവിധമായ ധനകാര്യ കമ്മീഷൻ ഗ്രാന്റിനത്തിൽ വർധനവുണ്ടായെങ്കിലും പ്രസ്തുത ഫണ്ടിന്റെ 50% നിർബന്ധമായും ശുചിത്വ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾക്കായി വിനിയോഗിക്കണമെന്ന വ്യവസ്ഥ ഉള്ളതിനാൽ നിലവിലുള്ള വിവിധ പദ്ധതികൾക്ക് പ്രസ്തുത ഫണ്ട് വിനിയോഗിക്കുന്നതിന് പരിമിതികളുണ്ട്. സാധാരണയായി ഓരോ വർഷവും ബജറ്റ് വിഹിതത്തിൽ ആനുപാതികമായി വർധനവാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ ഇത്തവണ 70% ഫണ്ട് കുറച്ചത് വികസന പ്രവർത്തനങ്ങൾക്ക് വലിയ തിരിച്ചടിയാകും. അതിനാൽ വികസന ഫണ്ടുകൾ ഉൾപ്പെടുത്തി വിവിധ പദ്ധതികൾക്ക് അംഗീകാരം ലഭിക്കുകയും പദ്ധതി നിർവ്വഹണത്തിലേക്ക് കടക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഫണ്ടുകൾ വെട്ടിക്കുറച്ചത് വികസനക്ഷേമ പ്രവർത്തനങ്ങൾ മുഴുവൻ താളം തെറ്റിക്കുന്നതാണെന്നും വെട്ടിക്കുറച്ച ഫണ്ട് പുനഃസ്ഥാപിക്കണമെന്നും നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P നിർമ്മല ആവശ്യപ്പെട്ടു. 2026-27 വാർഷിക ബഡ്ജറ്റിൽ
ഷൊർണൂർ നഗരസഭയ്ക്ക് അനുവദിച്ച 5,78,17,000 രൂപ വികസന ഫണ്ട് ഇപ്പോൾ അവതരിപ്പിച്ച സംസ്ഥാന ബഡ്ജറ്റ് പ്രകാരം 1,72,36,000 രൂപയായി വെട്ടിക്കുറച്ചിരിക്കുകയാണ്. പട്ടികജാതി വികസനത്തിന് വേണ്ടി വിനിയോഗിക്കേണ്ട വിഹിതം 3,78,40,000 രൂപ ഉണ്ടായിരുന്നത് 3,21,68,000 രൂപയായി കുറച്ചിരിക്കുന്നു. ബഡ്ജറ്റ് വിഹിതത്തിന് ആനുപാതികമായാണ് ഷൊർണൂർ നഗരസഭ വാർഷിക പദ്ധതികൾ തയ്യാറാക്കിയതും ജില്ലാ ആസൂത്രണ സമിതിയുടെ അംഗീകാരം നേടിയതും. എന്നാൽ സർക്കാരിൻ്റെ പുതുക്കിയ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിൽ 3,95,81,000 രൂപ വികസന ഫണ്ട് സാധാരണ വിഹിതത്തിലും 5,67,70,000 രൂപ പ്രത്യേക ഘടക പദ്ധതിയിലും വെട്ടിക്കുറച്ചിരിക്കുകയാണ്. നഗരസഭയുടെ സമ്പൂർണ്ണ വികസനം ലക്ഷ്യമിട്ട് പശ്ചാത്തല ഉൽപാദന വികസന ക്ഷേമ മേഖലകൾ നടപ്പിലാക്കിയ വിവിധ പദ്ധതികൾ ഒഴിവാക്കേണ്ടുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. ഇത്തരത്തിലുള്ള ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചതിൻ്റെ ഫലമായി നഗരസഭയ്ക്ക് വികസന പ്രവർത്തനങ്ങളൊന്നും കാര്യക്ഷമമായ രീതിയിൽ നടപ്പിലാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് വന്നു ചേർന്നിട്ടുള്ളത്. ഈ വെട്ടിക്കുറച്ച വിഹിതം പുനഃസ്ഥാപിച്ച് കിട്ടണമെന്നാണ് നഗരസഭയ്ക്ക് സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത്. ന്യൂസ് സെന്റർ ഷൊർണൂർ. പെരിങ്ങോട്ടുകുറിശി പിലാപ്പള്ളി യുവചേതന EMS സ്മാരക വായനശാലയ്ക്ക് ഓക്സിജൻ സിലിണ്ടറും ബോഡി ഫ്രീസറും നൽകി. പിലാപ്പള്ളി പുറ്റുണ്ട വീട്ടിൽ കുന്നത്ത് പത്മനാഭനാണ് ഓക്സിജൻ സിലിണ്ടറുകൾ നൽകിയത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് രാധാമുരളിയുടെ മകൻ പരുത്തിപ്പുള്ളി നൊട്ടത്ത് വീട്ടിൽ നിഷാദ് തന്റെ മുത്തശ്ശി പാഞ്ചലിയമ്മയുടെ സ്മരണാർത്ഥമാണ് ബോഡി ഫ്രീസർ നൽകിയത്. PP സുമോദ് MLA ഏറ്റുവാങ്ങി. നിലവിൽ എല്ലാവരും പറയുന്നത് ഡോക്ടറേറ്റ് എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് നമുക്ക് അക്കാഡമിക് തലമായിട്ടാണ്. പക്ഷെ അത് അക്കാഡമിക് തലമായിട്ട് ഇതൊരു അവാർഡാണ്, ഓണററി അവാർഡാണ്. നിലവിൽ ഇതിപ്പോൾ കേരളത്തിൽ എൻ്റെ അറിവിൽ കിട്ടിയിരിക്കുന്നത് നമുക്കത് സെർച്ച് ചെയ്ത് കാണാൻ പറ്റും. ഒന്ന് 2023 IM വിജയനാണ്. അതിനുശേഷം 26 ജനുവരി 26-നാണിത് കിട്ടിയത്. അത് എനിക്കാണ്. അപ്പോൾ യുവചേതന അതുപോലെ EMS വായനശാല എൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും എന്നും എനിക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ. കാരണം എൻ്റെ അറിവിൽ ഏകദേശം ഇപ്പം 3, 4, 5 പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ ആദ്യ പുസ്തക പ്രകാശനം കഴിഞ്ഞ് ഒരു സ്വീകരണം ഉണ്ടായിരുന്നു. അതിനുശേഷം എൻ്റെ ഒരു പുസ്തക പ്രകാശനം ഇപ്പോൾ നിലവിൽ അദ്ദേഹം നമ്മുടെ MLA വിജയകുമാരായിരുന്നു. പിന്നെ ശാന്തകര ചേച്ചിയെല്ലാം അതൊക്കെയാണ് ചെയ്ത ഒരു പുസ്തക പ്രകാശനം ഉണ്ടായിരുന്നു. പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്ത് പ്രസിഡന്റ് AP പ്രമോദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി R രാജേഷ്, MM ഹസനാർ, കുന്നത്ത് പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ നിന്ന് സാഹിത്യത്തിൽ ഡോക്ടറേറ്റ് ലഭിച്ച കുന്നത്ത് പത്മനാഭനെ PP സുമോദ് MLA ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. വായനാ അനുഭവങ്ങളുമായി വായനാവാരം. ഷൊർണൂരിലെ കല്ലിപ്പാടം ആര്യഞ്ചിറ UP സ്കൂളിൽ വായനാ വസന്തം ശില്പശാല സംഘടിപ്പിച്ചു. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭരണസമിതി അംഗം KN കുട്ടി കടമ്പഴിപ്പുറം ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. വിദ്യാരംഗം കലാസാഹിത്യവേദിയാണ് പരിപാടി ഒരുക്കിയത്. വായനാവാരത്തിൻ്റെ ഭാഗമായാണ് കല്ലിപ്പാടം ആര്യഞ്ചിറ UP സ്കൂളിൽ വായനാ വസന്തം ശില്പശാല സംഘടിപ്പിച്ചത്. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു ശില്പശാല ഒരുക്കിയത്. സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഭരണസമിതി അംഗം KN കുട്ടി കടമ്പഴിപ്പുറം ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. ഈ കുട്ടിക്ക് ചെവി കേൾക്കാൻ വയ്യ. ഈ കുട്ടിക്ക് കണ്ണു കാണാൻ വയ്യ. ഈ കുട്ടിക്ക് മുടന്നുകാലായിരുന്നു. ഈ കുട്ടിക്ക് മുതുകത്ത് വലിയൊരു കൂനുണ്ടായിരുന്നു. കുഞ്ഞിക്കൂനെ സിനിമ ഉണ്ടല്ലോ ദിലീപിന്റെ, യൂട്യൂബിലൊക്കെ പോയി നോക്കിയാൽ മതി. കുഞ്ഞിക്കൂന് ദിലീപ് ഇങ്ങനെ നടക്കണ ഷെയ്പ്പുണ്ട്. മുതുകത്ത് വലിയൊരു കൂനൊക്കെ. ചടങ്ങിൽ PTA പ്രസിഡന്റ് P ദിവ്യ അധ്യക്ഷയായിരുന്നു. വായനാ ദിന ക്യൂസ്, വായനാ മത്സരം, വായനാ കുറിപ്പ് തയ്യാറാക്കൽ, പോസ്റ്റർ രചന, പുസ്തക പ്രദർശനം, വായനശാല സന്ദർശനം എന്നീ വിവിധങ്ങളായ പ്രവർത്തനങ്ങളോടുകൂടിയായിരുന്നു വായനാവാര പ്രവർത്തനങ്ങൾ സ്കൂളിൽ സംഘടിപ്പിച്ചത്. ചടങ്ങിൽ പ്രധാന അധ്യാപിക PP ചന്ദ്രിക, അധ്യാപികമാരായ MC രശ്മി, T നിമിഷ, P സിനി എന്നിവർ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചു. ന്യൂസ് സെന്റർ ഷൊർണൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഒറ്റപ്പാലത്തെ മിനി സിവിൽ സ്റ്റേഷനിലേക്ക് CPIയുടെ ആഭിമുഖ്യത്തിൽ മാർച്ച് സംഘടിപ്പിച്ചു. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KC ജയപാലൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം PM ദേവദാസ് അധ്യക്ഷനായി. കേരള മഹിളാ സംഘം
ജില്ലാ സെക്രട്ടറി എ പ്രഭാവതി, മണ്ഡലം സെക്രട്ടറി പി വിജയകുമാർ എന്നിവർ സംസാരിച്ചു. ലോക്കൽ സെക്രട്ടറി അനിൽകുമാർ നന്ദി രേഖപ്പെടുത്തി. പ്രതിഷേധ മാർച്ചിന് കെ പാറുക്കുട്ടി, ടി ജയപ്രകാശ്, പത്മാവതി, യു ശങ്കരൻ, സി നാരായണൻകുട്ടി, KPO ലത്തീഫ് എന്നിവർ നേതൃത്വം നൽകി. സ്വകാര്യ മൂലധന ശക്തികളുടെ കടന്നുവരവ് ലൈഫ് ഇൻഷുറൻസ് മേഖലയെ തകർക്കുമെന്ന് ഓൾ ഇന്ത്യ LIC ഏജൻറ്റ്സ് ഫെഡറേഷൻ അഖിലേന്ത്യാ ഓർഗനൈസിംഗ് സെക്രട്ടറി എ മുരളീധരൻ പറഞ്ഞു. ലക്ഷക്കണക്കിന് വരുന്ന ഏജന്റുമാരുടെ അധ്വാനമാണ് LICയുടെ വളർച്ചയെന്നും അധികാരികൾ ഇത് തിരിച്ചറിയണമെന്നും എ മുരളീധരൻ പറഞ്ഞു. LIC ഏജൻറ്റ്സ് ഫെഡറേഷൻ പാലക്കാട് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഏതു പ്രായക്കാർക്കുമുള്ള പോളിസികളിലും ഭവന നിർമ്മാണത്തിനും വ്യവസായ ആരംഭത്തിനും അനുവദിക്കുന്ന ലോണുകളും കൂടുതൽ ആകർഷകമാക്കേണ്ടതുണ്ട്. പോളിസികളുടെ GST ഒഴിവാക്കിയതിലൂടെ LICയുടെ വളർച്ചയ്ക്ക് വേഗത കൂടും. എന്നാൽ LIC വളരുന്നതിനനുസരിച്ച് ഏജന്റുമാരുടെ ആനുകൂല്യത്തിൽ വർധനവില്ലാത്തത് നിരാശാജനകമാണ്. LICയും ജനങ്ങളും തമ്മിലുള്ള ബന്ധം ദൃഢമായി തുടരാൻ ഇടയാക്കുന്നത് ഏജന്റുമാരാണ്. LICയുടെ വളർച്ചയ്ക്കും പൊതുവിപണിയും വിലയിരുത്തി ഏജന്റുമാർക്ക് ആനുകൂല്യം പ്രഖ്യാപിക്കണമെന്നും മുരളി ആവശ്യപ്പെട്ടു. ഒരുപക്ഷെ കഴിഞ്ഞകാല പ്രവർത്തനമൊക്കെ തന്നെ വിലയിരുത്താനും ചർച്ച ചെയ്യാനും പുതിയ ആശയങ്ങളും നിർദ്ദേശങ്ങളുമായി ഒരു പടിയും കൂടെ മുന്നോട്ട് വരുന്നതിനും ഭാഗമായിക്കൊണ്ട് നടത്തുന്ന വാർഷിക സമ്മേളനമാണ്. ഞാൻ വന്നപ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടായി, നമ്മുടെ ബ്രാഞ്ചിലെ ത്രിമൂർത്തികൾ ഒരുപക്ഷെ ഓൾ ഇന്ത്യ LIC ഫെഡറേഷൻ്റെ ദേശീയ കമ്മിറ്റി കീഴിൽ പ്രസിഡൻറ്റും സെക്രട്ടറിയും ട്രഷററും വനിതകളായിട്ടുള്ള നാരീ ശക്തികൾക്ക് ഉത്തമമായിട്ടുള്ള ഒരു ബ്രാഞ്ച് എന്ന് പറയുന്നത് പാലക്കാട് ബ്രാഞ്ചുമാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ പരിശോധിച്ചപ്പോൾ മാഡം ഹേമലതയ്ക്ക് അവരുടെ വീട്ടിലെ ചില അസുഖങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ LICയിൽ 25 വർഷത്തിലേറെ പ്രവർത്തിച്ചവരുടെയും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഏജന്റുമാരുടെ മക്കളെയും വാർഷിക സമ്മേളന വേദിയിൽ അനുമോദിച്ചു. ജില്ലാ പ്രസിഡന്റ് MV ഹേമലത, ഡിവിഷണൽ മാനേജർ സെക്രട്ടറി TV മധുസൂദനൻ, ഭാരവാഹികളായ മനോജ് K മൂർത്തി, വിജയൻ മൂച്ചിക്കൽ, RP ജയദേവൻ, CC സുധ, സുരേഷ്, M സത്യഭാമ, V സുന്ദരൻ, സന്തോഷ് കുളങ്ങര, A രാധാകൃഷ്ണൻ, AK ഹരിദാസ്, C അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഒറ്റപ്പാലത്തെ MDMA കൈവശം വെച്ച കേസിൽ 2 ഇടങ്ങളിൽ നിന്നായി 4 പേർ അറസ്റ്റിലായി. 2 കേസുകളായി 15 ഗ്രാമോളം MDMA ആണ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി പത്തിരിപ്പാല, പാലപ്പുറം എന്നിവിടങ്ങളിൽ നിന്നാണ് 4 പേര് പിടിയിലായത്. ഒറ്റപ്പാലം 19 മൈൽ കറുപ്പത്ത് വീട്ടിൽ മുഹമ്മദ് ഹാരിസ്, മങ്കര വെള്ളംകുന്നിൽ വീട്ടിൽ ഷിബിലി എന്നിവരാണ് പത്തിരിപ്പാലിൽ നിന്ന് പിടിയിലായത്. ഇവരിൽ നിന്ന് 8.51 ഗ്രാം MDMA പിടികൂടി. ഇവർ സഞ്ചരിച്ചിരുന്ന കാറും പണവും 2 ഡിജിറ്റൽ ത്രാസുകളും കസ്റ്റഡിയിലെടുത്തു. ഷിബിലിന്റെ കൈവശമായിരുന്നു 40,000 രൂപ. ഈസ്റ്റ് ഒറ്റപ്പാലം കളരിക്കൽ മുഹമ്മദ് ഷെരീഫ്, കൊട്ടക്കാട്ടിൽ ലുഫ്നാസ് എന്നിവരാണ് പാലപ്പുറം മുണ്ടഞ്ഞാറിൽ നിന്ന് അറസ്റ്റിലായത്. ഇവരിൽ നിന്നും 7 ഗ്രാമോളം MDMA പിടിച്ചെടുത്തതായി പോലീസ് അറിയിച്ചു. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു 2 ഇടങ്ങളിലും പരിശോധന. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഉദ്ഘാടനം കഴിഞ്ഞ മാസങ്ങളായിട്ടും പത്തിരിപ്പാലയിലെ സിഗ്നൽ സംവിധാനം പ്രവർത്തിക്കാത്തത് ഗുരുതരമായ പ്രശ്നമാണെന്ന് മണ്ണൂർ പഞ്ചായത്ത് അംഗവും ലീഗ് നേതാവുമായ VM അൻവർ സാദിഖ് പറഞ്ഞു. പഞ്ചായത്തിൻ്റെ പരിധിയിൽ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നത് പഞ്ചായത്ത് ടെൻഡർ നടത്തി തുക കെട്ടി വെക്കണമെന്നിരിക്കെ പഞ്ചായത്തിന് ലഭിക്കാത്ത തുക 7 മാസം കഴിഞ്ഞിട്ടും ലഭിക്കാത്തതിൽ അഴിമതിയുണ്ടെന്നും പഞ്ചായത്ത് അംഗം കുറ്റപ്പെടുത്തി. പഞ്ചായത്തിന്റെ പരിധിയിൽ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കുന്നത് പഞ്ചായത്ത് ടെൻഡർ നടത്തി തുക കെട്ടിവെക്കണമെന്നിരിക്കെ പഞ്ചായത്തിന് ലഭിക്കേണ്ട തുക 7 മാസം കഴിഞ്ഞിട്ടും ലഭിക്കാത്തതിൽ അഴിമതിയുണ്ടെന്നും പഞ്ചായത്ത് അംഗം ചൂണ്ടിക്കാട്ടി. ഇക്കാര്യത്തിൽ ജനപ്രതിനിധി എന്ന നിലയിൽ പലതവണ സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടിട്ടും അതിന് നടപടിയെടുക്കാത്തതും വലിയ കുറ്റകരമാണ്. സിഗ്നൽ സംവിധാനം ഉടൻ പ്രവർത്തിപ്പിക്കണം. അനധികൃതമായ പരസ്യ ബോർഡുകളിൽ ടെൻഡർ നടത്തി പഞ്ചായത്തിന് കിട്ടേണ്ടതായ തുക ലഭിക്കുന്നതിന് വേണ്ട നടപടികൾ ഉടൻ ഉണ്ടാകണമെന്നും അൻവർ സാദിഖ് ആവശ്യപ്പെട്ടു. സിഗ്നൽ മാസങ്ങളായിട്ടും ആ സിഗ്നൽ വർക്ക് ചെയ്യുന്നില്ല. കൊട്ടിഘോഷിച്ച് MLA ഉദ്ഘാടനം ചെയ്തിട്ടും ആ സിഗ്നൽ വർക്ക് ചെയ്യാത്തത് വളരെയധികം അപലപനീയമാണ്. അതോടൊപ്പം തന്നെ അതിൽ വലിയ രീതിയിലുള്ള അഴിമതി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം പഞ്ചായത്തിന്റെ അതിർത്തിയിൽ ഏത് പരസ്യ ബോർഡുകൾ വയ്ക്കുകയാണെങ്കിലും ആ പരസ്യ ബോർഡ് ടെൻഡർ നടത്തി പഞ്ചായത്തിൽ തുക കെട്ടിവെച്ചതിന് ശേഷമാണ് പരസ്യ ബോർഡുകൾ വെക്കാൻ പറ്റൂ എന്നുള്ളതുകൊണ്ട് അവിടെ ഒരു ടെൻഡർ നടപടികൾ പൂർത്തിയാക്കാതെ അവിടെ പരസ്യ ബോർഡ് വെച്ചത് അത് അഴിമതിയാണ്.
പഞ്ചായത്തിന് കിട്ടേണ്ട ഒരു വലിയ തുക നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതുമൂലം സംഭവിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തിരിച്ചറിവിൻ്റെ കാലം എന്ന പുസ്തകം രചിച്ച രചന കൃഷ്ണദാസിനെയും ഇതിൻ്റെ കവർ പേജ് ഡിസൈൻ ചെയ്ത നിരുപമ പ്രസാദിനെയും പത്തിരിപ്പാല ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. അനുമോദന യോഗം തുള്ളൽ കലാകാരൻ ശിവദാസൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നമ്മൾ യഥാർത്ഥ മനുഷ്യനാവുക, യഥാർത്ഥ ജീവനാവുക. ഇത് യഥാർത്ഥ ജീവൻ. The man who has the feelings towards the universe or other animals, an action, is a true man. അതാ പറഞ്ഞത്, ആർക്കാണോ സഹജീവികളോടും പ്രകൃതികളോടുള്ള മമതയുള്ളത് അയാളാണ് യഥാർത്ഥ മനുഷ്യൻ. നമുക്ക് അങ്ങനെ ആവണം, വേണം, നമുക്ക് അങ്ങനെ ആവണം. ഒരാളെ നോ റെസ്പോൺസ്. എനിക്കൊന്നും അറിയില്ല കേട്ടോ, ഞാൻ നിങ്ങളുടെ കയ്യിൽ കുറേ മനസ്സിലാക്കാന്ന് പറഞ്ഞിട്ട് അവിടെ വന്നത്. PTA പ്രസിഡന്റ് വി സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ പുസ്തകം എഴുതിയ രചനയെയും കവർ ചിത്രം തയ്യാറാക്കിയ നിരുപമ പ്രസാദിനെയും ശിവദാസൻ മാസ്റ്റർ ഉപഹാരം നൽകി ആദരിച്ചു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ കർപ്പകം ശശിധര പണിക്കർ എന്നിവർ സംസാരിച്ചു. പ്രധാനാധ്യാപിക അനിത ടീച്ചർ സ്വാഗതവും സ്റ്റാഫ് സെക്രട്ടറി VC മനോജ് നന്ദിയും പറഞ്ഞു. തുള്ളൽ കലാകാരൻ ശിവദാസൻ മാസ്റ്ററെയും ആദരിച്ചു. തിരിച്ചറിവിന്റെ കാലം രചിച്ച രചന അതിർക്കാട് സ്വദേശിയും ഈ സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമാണ്. കവർ ചിത്രം വരച്ച നിരുപമ പ്രസാദ് മണ്ണൂർ സ്വദേശിയും ഈ സ്കൂളിലെ +1 വിദ്യാർത്ഥിയുമാണ്. ജില്ലാ പബ്ലിക് ലൈബ്രറിയിൽ ബാലവേദിയുടെ സർഗരശ്മി അംഗം കൂടിയാണ് രചന. 50ഓളം രചനകളാണ് പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രശ്നം, വിവാഹ കമ്പോളത്തിലെ കച്ചവട നയം എന്നിവയുടെ ചുരുക്കമാണ് പുസ്തകത്തിലുള്ളത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കഴിഞ്ഞ വർഷത്തെ തൃശൂർ പുലിക്കളി മഹോത്സവത്തിന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പുലിക്കളി സംഘങ്ങൾക്ക് പ്രഖ്യാപിച്ച 3 ലക്ഷം ധനസഹായം ലഭിക്കാത്തതിനെതിരെ തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷ ബഹളം. സർക്കാർ ആവശ്യപ്പെട്ട മുഴുവൻ രേഖകളും സമർപ്പിച്ചിട്ടും യാതൊരു നടപടിയും ലഭിക്കാത്ത സാഹചര്യത്തിൽ സുരേഷ് ഗോപി അടിയന്തരമായി വിഷയത്തിൽ ഇടപെടണമെന്നും പ്രതിപക്ഷ കൗൺസിലർമാർ പ്രതിഷേധത്തിനെത്തിയത് പുലിമുഖങ്ങളുമായി. UDF സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ ആരോപിച്ച് തൃശൂർ കളക്ടറേറ്റിലേക്ക് ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഡിവൈഎഫ്ഐ പാലക്കാട് ജില്ലാ സമ്മേളനം ജൂൺ 25 മുതൽ 27 വരെ ആലത്തൂരിൽ. അരാഷ്ട്രീയവാദം ശക്തിപ്പെടുന്ന കാലത്ത് ചെറുപ്പത്തെ രാഷ്ട്രീയവൽക്കരിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഡിവൈഎഫ്ഐ നടപ്പിലാക്കുമെന്ന് നേതാക്കൾ. ഒറ്റപ്പാലം നഗരത്തിൽ അശാസ്ത്രീയമായും റോഡിന്റെ വീതി വെട്ടിക്കുറച്ചും ബാരിക്കേഡുകൾ സ്ഥാപിക്കുന്നതിനെതിരെ പ്രതിഷേധ സമരവുമായി BJP രംഗത്ത്. ഫെൻസിംഗ് സ്ഥാപിക്കുന്ന പ്രവൃത്തികൾ റോഡിന്റെ വീതി കുറച്ചാണ് നടക്കുന്നതെന്നും ആരോപണം. വേങ്ങേരി ക്ഷേത്ര പരിസരത്തെ 2 അടിയോളം റോഡ് കയ്യേറിയാണ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും BJP നേതാക്കൾ. ഷൊർണൂർ നഗരസഭയ്ക്ക് അനുവദിച്ച ഫണ്ട് വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കണമെന്ന് നഗരസഭാ അധികൃതർ. സംസ്ഥാന സർക്കാരിന്റെ ഇപ്പോഴത്തെ ബജറ്റിൽ 70% ഫണ്ട് വെട്ടിക്കുറച്ചതുമൂലം വികസന പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നും അധികൃതർ. സ്വകാര്യ മൂലധന ശക്തികളുടെ കടന്നുവരവ് ലൈഫ് ഇൻഷുറൻസ് മേഖലയെ തകർക്കുമെന്ന് ഓൾ ഇന്ത്യ LIC ഏജൻറ്റ്സ് ഫെഡറേഷൻ അഖിലേന്ത്യാ ഓർഗനൈസേഷൻ സെക്രട്ടറി A. മുരളീധരൻ. ലക്ഷക്കണക്കിന് ഏജന്റുമാരുടെ അധ്വാനമാണ് LICയുടെ വളർച്ചയെന്നും A. മുരളീധരൻ. പാലക്കാട്ട് LIC ഏജന്റ്സ് ഫെഡറേഷൻ വാർഷിക സമ്മേളനം. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത വാർത്തകൾ രാത്രി 9-ന്. നന്ദി, നമസ്കാരം.